ബോംബ് നിർമ്മാണം നേതാക്കളുടെ അറിവോടെയെന്നും സംഘർഷമുണ്ടാക്കാനെന്നും കെ സുരേന്ദ്രൻ. കണ്ണൂരിലെ CPM സംഘർഷാവസ്ഥയിലേക്ക് തള്ളിവിടുകയാണെന്നും പാർട്ടി നേതാക്കളുടെ അറിവോടെയാണെന്നും ബോംബ് നിർമ്മാണവും അക്രമവും നടക്കുന്നതെന്നും BJP നേതാവ് കെ സുരേന്ദ്രൻ. കണ്ണൂരിലെ സമാധാനം തകർക്കാൻ പാർട്ടി തന്നെ ബോധപൂർവം ഇടപെടുകയാണെന്നോ എന്ന് താൻ സംശയിക്കുന്നതായി. പാർട്ടിക്കുള്ളിൽ പഴയതുപോലെ അക്രമവും ബോംബ് സ്ഫോടനവും നടത്തി തകർക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കണ്ണൂരിലെ CPM കേന്ദ്രങ്ങളിൽ ബോംബ് സ്ഫോടനം പോലെയുള്ള സംഭവം ആവർത്തിക്കുകയാണ്. CPM ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെയും CPM ഓഫീസിൻ്റെയും സമീപത്താണ് സംഭവം. കടക്കുളം പാർട്ടി ഗ്രാമം പോലെയുള്ള സ്ഥലമാണ്. അവിടെ കേന്ദ്രീകരിച്ച ക്രിമിനൽ പ്രവർത്തനങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഗുണ്ടാപ്പിരിവ്, മയക്കുമരുന്ന് കച്ചവടം, വാറ്റുചാരായം തടഞ്ഞു നിർത്തി പോക്കറ്റടിക്കാർ തുടങ്ങി നിരവധി സംഭവങ്ങൾ ഇവിടം കേന്ദ്രീകരിച്ച് നടക്കുന്നതായി അതുമായി ബന്ധപ്പെട്ട് അനേകം കേസുകളുള്ള സ്ഥലവുമാണ്. CPM ചെയ്യുന്നതെല്ലാം രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്നാണ് ആഭ്യന്തരമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും പറയുന്നതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. 10 സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ കൂടി ഉടൻ തുടങ്ങുമെന്ന് മന്ത്രി GR അനിൽ. സപ്ലൈകോവിനെതിരെ എപ്പോഴും മോശപ്പെട്ട വാർത്തകളാണ് വരുന്നതെന്ന്. യഥാർത്ഥത്തിൽ പൊതുവിപണിയിൽ വില നിലവാരം പിടിച്ചു നിർത്തുന്നതിൽ സപ്ലൈകോ വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. സർക്കാർ സപ്ലൈകോയുടെ സേവന പരിധി വർദ്ധിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പുന്നപ്പറ മാർക്കറ്റിന് തെക്കുവശം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പുന്നപ്പറ മാർക്കറ്റിൽ വടക്കുകിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നന്ദനം ബിൽഡിംഗ് പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ ഉദ്ഘാടനം പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി GR അനിൽ. എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾ അതൊന്നും വിശ്വസിക്കാത്ത അവസ്ഥയാണ് ഉള്ളത്. ചാനലുകളിൽ സപ്ലൈകോവിന് സബ്സിഡി സാധനങ്ങൾ ഇല്ലെന്ന് ചാനലുകളിലൂടെ പ്രക്ഷേപണം ചെയ്യുമ്പോഴും മന്ത്രി നേരെ മറിച്ചാണ് പറയുന്നത്. മന്ത്രിയുടെ പാർട്ടി യോഗത്തിൽ പോലും 4 മന്ത്രിമാരെ പറ്റിയും രൂക്ഷ വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത്. എതിരാളികൾക്ക് ഗുണമുണ്ടാക്കുന്ന പ്രതികരണവും പൊളിറ്റിക്കൽ ക്രിമിനൽസാണ് G സുധാകരനെന്ന് H സലാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPMനെ പ്രതിസന്ധിയിലാക്കി ആലപ്പുഴയിലെ നേതാക്കളുടെ തമ്മിലടി. MLAയും മുൻ മന്ത്രിയും സീനിയറുമായ G സുധാകരനെതിരെ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ H സലാം രംഗത്തെത്തിയോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. H സലാമിൻ്റെ രൂക്ഷ വിമർശനം G സുധാകരനെ പിന്തുണയ്ക്കുന്നവർക്ക് ഭിന്ന അഭിപ്രായമുണ്ടാക്കി. ആലപ്പുഴയിലെ തിരിച്ചടി ഉത്തരിയൊന്നുമല്ല, അതെല്ലാം നേരിടാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി അംഗത്തിന് നിരക്കാത്ത പ്രതികരണങ്ങളാണ് സുധാകരനിൽ നിന്നും ഉണ്ടായത്. ഗൗരിയമ്മയെ പോലും സുധാകരന് നൽകിയ പരിഗണന നൽകിയിട്ടില്ല. ഗൗരിയമ്മ പാർട്ടി വിടാനുണ്ടായ കാരണം എന്തൊക്കെയാണെന്ന് ആലപ്പുഴയിലെ ജനങ്ങൾക്ക് അറിയുമെന്നും H സലാം ചൂണ്ടിക്കാട്ടി. ഈ സുധാകരനും H സലാം തമ്മിലുള്ള വിയോജിപ്പ് പാർട്ടിക്കുള്ളിൽ കടുത്ത ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ഈ ഭിന്നിപ്പുമായി നേതാക്കൾ പോയാൽ പാർട്ടിയിലെ ഐക്യം തകരുമെന്ന് പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടും രമ്യ ചേലക്കരയിലും മത്സരിക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മുൻ MP രമ്യ ഹരിദാസനാണ് മുൻഗണനയെന്നും അറിയാൻ കഴിയുന്നു. ഷാഫി പറമ്പലിന് പകരം രാഹുൽ എന്ന നിലയിൽ ആണ് UDF തീരുമാനം നേരത്തെ തന്നെ വന്നത്. അതിനിടയിലാണ് രമേശ് പിഷാരടി കടന്നു വന്നത്. രമേശ് പിഷാരടി അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുകയായിരുന്നു. ഇനിയൊരു മാറ്റം പാലക്കാട് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സർക്കാരിനെതിരെ അമിക്കസ് ക്യൂറി. ആരും ഒന്നും പരിശോധിക്കുന്നില്ല. മൂന്നാർ വ്യാജ പട്ടയങ്ങൾ സർക്കാരിനെതിരെ അമിക്കസ് ക്യൂറി. മൂന്നാറിൽ വ്യാജരേഖയുണ്ടാക്കി നിരവധി തട്ടിപ്പുകൾ നടത്തിയെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം. പട്ടയ വിതരണത്തിലെ വിവരശേഖരണത്തിൽ ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടുവെന്ന് അമിക്കസ് ക്യൂറി കോടതിയെ അറിയിച്ചു.
പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ ആരും ഒന്നും പരിശോധിക്കുന്നില്ല. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കീഴിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്നും അമിക്കസ് ക്യൂറി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് പരിമിതികളുണ്ടെന്നും സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നായിരുന്നു കോടതിയുടെ മറുപടി. ഇത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മൂന്നാറിലെ ഭൂമി കയ്യേറ്റങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതി നേരത്തെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. സർക്കാർ എന്ത് നടപടി എടുത്തുവെന്നാണ് കോടതി ചോദിച്ചത്.